ഇന്നത്തെ കോക്ടെയിൽ തുടങ്ങുകയാണ്. ഏവർക്കും സ്വാഗതം. അങ്ങനെ കേന്ദ്ര സർക്കാർ ബീഫ് ഉണ്ടോ എന്നും ചോദിച്ച് നമ്മുടെ അടുക്കളയിലേക്കും എത്തി. ഇത്രയും നാളും BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മാത്രമേ ഈ ഒരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. ബീഫ് നിരോധിക്കപ്പെട്ട അയൽ സംസ്ഥാനങ്ങളെ നോക്കി നമ്മൾ കളിയാക്കി ചിരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ആ ചിരി നിർത്താനുള്ള സമയമായിരിക്കുന്നു. ഇന്ന് അടുക്കളയിൽ കയറിയവർ നാളെ കഴുത്തിന് കയറി പിടിക്കും എന്ന് ഓർത്താൽ നന്ന്. ബീഫ് നിരോധിച്ചു എന്ന് നേരിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടില്ല. പകരം കശാപ്പിനായി കന്നുകാലികളെ വിൽക്കാൻ പാടില്ല എന്ന് ഉത്തരവിട്ടു. എന്നുവെച്ചാൽ ഇനി ബീഫ് വാങ്ങാൻ കിട്ടില്ല എന്നു തന്നെ. രാജ്യത്തുള്ള ജനങ്ങൾ എന്ത് ഭക്ഷിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഭരണകൂടങ്ങളല്ലല്ലോ. നാളെ പറയും ഇനി അരിഭക്ഷണം ഭക്ഷിക്കാൻ പാടില്ല, ചപ്പാത്തിയെ കഴിക്കാൻ വേണ്ടി പാടുള്ളൂ, വെജിറ്റബിൾസിൽ തന്നെ ഇന്ന ഇനമേ നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി പാടുള്ളൂ. ഇങ്ങനെയൊക്കെ ഭരണകൂടങ്ങൾ ഭക്ഷണകാര്യങ്ങളിൽ ഇടപെടാൻ വേണ്ടി തുടങ്ങിയാൽ ഈ നാടിൻ്റെ അവസ്ഥ എന്താകും? നമ്മളുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്, അതോടൊപ്പം തന്നെ ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന രാജ്യവുമാണ്. ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്കും ചില അധികാരങ്ങളുണ്ട്. ആ അധികാരങ്ങൾ ഉപയോഗിക്കാൻ സംസ്ഥാനങ്ങളെ അനുവദിക്കണം. പശുവിനെ മാതാവായി കണ്ടവർക്ക് ഇപ്പോൾ മറ്റു മൃഗങ്ങളും ബന്ധുക്കളായി. VS ഇക്കാര്യം നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. പശു മാതാവാണത്രേ. അപ്പൊ പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ കാളയുടെ അച്ഛനാണ്. അപ്പയാണ് പശുവെങ്കിൽ കാളയുടെ അച്ഛനാണോ? ഈ തരത്തിൽ വിവരമില്ലാതെ യുക്തിബോധമില്ലാതെ ജനങ്ങളെ പറ്റിക്കുക മാത്രമല്ല, എല്ലാവരെയും സമന്മാരാക്കിക്കൊണ്ട് ഭരിക്കാൻ നിർദ്ദേശിക്കുന്ന ഭരണഘടനയെ ലംഘിച്ചാണ് ഈ ബീഫ് വിരുദ്ധ നാടകം കേന്ദ്രം കളിക്കുന്നത്. ഇന്ന് ബീഫ് നിരോധിച്ചു. നാളെ ചിലപ്പോൾ എല്ലാവർക്കും ഹിന്ദി നിർബന്ധമാക്കിയേക്കാം. നമ്മളെക്കൊണ്ട് PSC പരീക്ഷ ഹിന്ദിയിൽ എഴുതിക്കുന്ന കാലവും അതിവിദൂരമല്ല. കേന്ദ്ര സർക്കാരിന് ഇങ്ങനെ ഒരു നിയമം എങ്ങനെയാണ് രാജ്യവ്യാപകമായിട്ട് കൊണ്ടുവരാൻ വേണ്ടി കഴിയുക? BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ വരെ ഗോവധ നിരോധനം ഏർപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല BJPക്ക്. ഈ നിയമം എങ്ങനെയാണ് നമുക്ക് പ്രയോഗവൽക്കരിക്കാൻ വേണ്ടി കഴിയുക? ആളുകളെ നിയമം ലംഘിക്കാൻ വേണ്ടി ഭരണകൂടം തന്നെ പ്രേരിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് ഇത് നയിക്കും. ശരിയെന്ന് തോന്നുന്നതേ ജനങ്ങൾ അംഗീകരിക്കും. നിയമമായിട്ട് വരികയാണെങ്കിൽ പോലും നാട്ടുകാരുടെ തീറ്റ മുട്ടിച്ചിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അങ്ങ് ആസാമിൽ ഉദ്ഘാടന മഹാമഹം നടത്തി കളിക്കുകയാണ്. അസമിൽ പൂർത്തിയായ 9.5 കിലോമീറ്റർ നീളം വരുന്ന രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ പാലം മോദി ഉദ്ഘാടനം ചെയ്തു. UPA സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാണെങ്കിലും ഇപ്പോൾ ഉദ്ഘാടനം ചെയ്ത് ഷൈൻ ചെയ്യാനുള്ള അവസരമാണല്ലോ കിട്ടിയിരിക്കുന്നത്. ഇനി പോയ വാരത്തെ ചില രസക്കാഴ്ചകളിലേക്കാണ്. 22 ഫീമെയിൽ കോട്ടയം എന്ന സിനിമയിൽ നമ്മൾ കണ്ടതിനേക്കാൾ ഞെട്ടിക്കുന്ന സംഭവമാണല്ലോ കഴിഞ്ഞ ആഴ്ച പേട്ടയിൽ നടന്നത്. പീഡനം സഹിക്കവയ്യാതെ പീഡിപ്പിക്കാൻ ശ്രമിച്ച സന്യാസിയുടെ ജനനേന്ദ്രിയം യുവതി മുറിച്ചു കളഞ്ഞു. സന്യാസി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, BJPക്കാർ പൊന്നുപോലെ കൊണ്ടു നടന്ന സ്വാമി എന്ന് പറയണം. കാഷായ വേഷത്തിനുള്ളിൽ ഇങ്ങനെ ഒരു ലൗകിക ദാഹി ഒളിഞ്ഞു കിടപ്പുണ്ടായിരുന്നുവെന്ന് സംഭവം നടന്നതോടെയാണ് നാട്ടുകാർക്ക് മനസ്സിലായത്. എന്തായാലും സ്വാമിക്ക് ഇനിയുള്ള കാലം ലൗകിക ജീവിതത്തിൽ നിന്ന് മുക്തി നേടി ജീവിക്കാനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. നമുക്ക് കിട്ടിയ ഒരു അപ്രോക്സിമേറ്റ്ലി ഒരു 1 മണി സമയത്താണ് ഈ കുട്ടി പീഡിപ്പിച്ച സമയത്ത് അവിടെയുള്ള കത്തി വെച്ചിട്ട് പ്രൈവറ്റ് പാർട്ട്
കട്ട് ചെയ്ത ശേഷം പിന്നെ അവിടെ നിന്ന് ഓടി പോലീസ് സ്റ്റേഷനിൽ വിഷയം അറിയിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് വന്നു. ഇപ്പോൾ പോക്സോ കേസ് പിന്നെ റേപ്പ് കേസ് നമ്മളാണ്. അത് നല്ല ഉദാത്തമായ ഒരു കാര്യമാണ്. അത് നല്ല ധീരമായ നടപടിയാണ്, അതിനകത്തൊരു സംശയമില്ല. അത് എല്ലാ ശക്തമായ നടപടി ഉണ്ടായല്ലോ, അതിന് പിന്തുണ കൊടുക്കാതല്ലാതെ വേറെ ഒന്നും ഉണ്ടാകട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ലാതെ ആർക്കും പറയാൻ കഴിയില്ല. ഇത്തരം മഹാന്മാർക്ക് ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് ശിക്ഷ കൊടുക്കുകയെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയില്ലല്ലോ. ആ യുവതി കത്തിയെടുത്തത് ശരിയായില്ല, പകരം പോലീസിൽ പറഞ്ഞാൽ മതിയായിരുന്നു എന്നാണ് ശശി തരൂർജി വിഷണ്ണനായി ട്വിറ്ററിൽ കുറിച്ചത്. അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നുവെങ്കിൽ ഇതേ സ്വാമിയുടെ അനുയായികൾ ആ യുവതിയെ ഒരു ഭ്രാന്തിയാക്കി മാറ്റിയേനെ. ഇതിപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് സ്വാമിയുടെ മാനം മാത്രമല്ല, നഷ്ടപ്പെടാനുള്ളതെല്ലാം നഷ്ടപ്പെട്ടുവല്ലോ. ധീരമായ നടപടിയായിട്ട് തന്നെ കാണും. ആരുടെയോ ഭാഗ്യത്തിന് കത്തി പ്രയോഗിച്ച ആ യുവതിയെ ആരും ഭേദ്യം ചെയ്തില്ല. എല്ലാവരും ഒറ്റ സ്വരത്തിൽ നന്നായി എന്നാണ് പറഞ്ഞത്. സന്യാസി ശ്രേഷ്ഠന്റെ ശിഷ്യന്മാർക്ക് ചിന്തിക്കാൻ പോലും അവസരം കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ആ സ്ത്രീ സ്വീകരിച്ച സമീപനത്തെ ആർക്കും തെറ്റെന്ന് പറയാൻ കഴിയില്ല. ഏതായാലും സ്ത്രീപീഡനങ്ങൾ വർദ്ധിക്കുന്ന ഒരു നാട്ടിൽ ഈ സ്ത്രീ എടുത്ത തീരുമാനം തീർച്ചയായിട്ടും അത് വളരെ വളരെ ധീരമായിരുന്നതാണ്. BJPക്ക് ഇതുമായി ബന്ധമുണ്ടെന്നുള്ള ഒരു പൊതുധാരണയുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ BJP അത് വ്യക്തമാക്കേണ്ട സമയമാണ്. ഇത്തരം ആളുകളെ കൊണ്ട് നടക്കാൻ പാടില്ല. ഒരു കാവ്യവേഷവും ധരിച്ച് സന്യാസിയാണെന്ന് സ്വയം വിളിച്ചു പറഞ്ഞാൽ പിന്നെ ജീവിതം സേഫായല്ലോ. പിന്നെ അനുയായികളായി, ഭക്തന്മാരായി, പൂജയ്ക്ക് വിളിക്കലായി, തോളിലേറ്റി നടക്കാൻ പാർട്ടിക്കാരുമായി. അങ്ങനെ സുഖം പരിപാടി തന്നെ. ഇത്തരക്കാരുടെ പൂർവാശ്രമം തിരക്കുന്ന പരിപാടിയേയില്ല. പോയ വാരം ഞെട്ടിക്കുന്ന വാർത്തകളുമായി ജേക്കബ് തോമസ് ആശാന്റെ സ്രാവിനൊപ്പം നീന്തിയ ആത്മകഥ വായനക്കാരുടെ കൈകളിലേക്കെത്തി. പുസ്തകത്തിൽ മുഴുവൻ ഞെട്ടലും പൊട്ടലും ചീറ്റലുമൊക്കെ ആകയാൽ ഔദ്യോഗികമായി ഒരു പ്രകാശനം നടത്താൻ ജേക്കബ് സാറിന് പറ്റിയില്ല. നമ്മുടെ KC ജോസഫ് സാറാണ് അതിനൊരു പാര വെച്ച് കളഞ്ഞത്. KCയുടെ പാര പവർഫുൾ ആയതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഉദ്ഘാടനത്തിന് പോകാൻ കഴിഞ്ഞില്ല. ഔദ്യോഗിക പ്രകാശനം നടന്നില്ലെങ്കിൽ എന്താ, പുസ്തകം ചൂടപ്പം പോലെയല്ലേ വിറ്റുപോയിക്കൊണ്ടിരിക്കുന്നത്. ജേക്കബ് തോമസ് സാർ ഒരു വാർത്താ സമ്മേളനം നടത്തിയാൽ തന്നെ ആൾ കൂടും. അപ്പോൾ പിന്നെ പുസ്തകം ഇറക്കിയാൽ പിന്നെ പറയാനുണ്ടോ? ചാണ്ടി സാറിനെതിരെയും ബാബു സാറിനെതിരെയും എന്തൊക്കെയോ ബോംബ് പുസ്തകത്തിൽ കരുതി വെച്ചിട്ടുണ്ട് എന്നറിഞ്ഞത് മുതൽ KC ജോസഫ് സാറിൻ്റെ ചങ്ക് പിടഞ്ഞതാണ്. അങ്ങനെയാണ് പ്രകാശനം മുടക്കി ജോസഫ് സാറ് ജേക്കബ് സാറിനെ ശശിയാക്കുന്നത്. KC ജോസഫ് MLA അതുമായി ബന്ധപ്പെട്ട് ചില നിയമപ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് ഒരു കത്ത് തരികയുണ്ടായി. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ നിയമപ്രശ്നങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ലോ സെക്രട്ടറിക്ക് കൊടുത്തു. അപ്പോൾ ലോ സെക്രട്ടറിയുടെ അഭിപ്രായം അതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നാണ്. അങ്ങനെ പ്രശ്നങ്ങളുള്ള ഒരു സാഹചര്യത്തിൽ പിന്നെ ഞാൻ പോകുന്നത് ഭംഗിയല്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ആത്മകഥയാണെങ്കിലും ജേക്കബ് സാർ ചാണ്ടി സാറിനെയും ബാബു സാറിനെയും പേടിപ്പിക്കാൻ വേണ്ടി മാത്രം എഴുതിയതാണോ ഇതെന്ന് സംശയമുണ്ട്. പുസ്തകം വായിച്ച് ഞെട്ടിത്തെരിച്ച് നിൽക്കുകയാണ് ചാണ്ടി സാർ. ബാബു സാറും ജേക്കബ് സാറും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടല്ലോ. നല്ല കീരിയും പാമ്പും ബന്ധം. അതുകൊണ്ട് തന്നെ ബാബു സാറിനെ കുറിച്ച് പ്രത്യേക പരാമർശം തന്നെ കൊടുത്തിട്ടുണ്ട് പുസ്തകത്തിൽ. നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും എന്ന് പറയുന്നത് പോലെയാണ് പുതുതായി നിർമ്മിക്കാൻ പോകുന്ന മോഹൻലാൽ സിനിമയുടെ കാര്യം. ചിത്രത്തിന് മഹാഭാരതം എന്ന് പേരിട്ടാൽ കാച്ചിക്കളയും എന്നാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ശശികല കഴിഞ്ഞ ദിവസം പേടിപ്പിക്കുന്നത്. സന്തോഷിക്കോ, അതുപോലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രം കൂടി വരുന്നുണ്ട്. അതിനേക്കാൾ മുന്നിൽ വലിയൊരു ബ്രഹ്മാണ്ഡ ചിത്രം കേരളത്തിൽ നിന്നാ വരുന്നേ കേട്ടത് അല്ലെ. മഹാഭാരതം ചർച്ചകൾ നടക്കുന്നുണ്ട്, എത്രയോ കോടി നടക്കുന്നുണ്ട്. സന്തോഷം, ചിത്രം വന്നോട്ടെ, 1000 കോടി രൂപ ചെലവഴിച്ചോട്ടെ. പക്ഷെ ചെറിയൊരു കാര്യം ഹൈന്ദവ സമൂഹത്തിന് പറയാനുണ്ട്. മഹാഭാരതം എന്ന പേരിട്ട് ഒരു സിനിമ ഇറങ്ങണമെങ്കിൽ മഹാഭാരതം എന്ന ഗ്രന്ഥത്തിന് ഒരു ഗ്രന്ഥകർത്താവുണ്ട്. അത് ലോക ഗുരുവായ വേദവ്യാസനാണ്. വേദവ്യാസന്റെ മഹാഭാരതത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയ്ക്കല്ലാതെ മറ്റൊന്നിനും മഹാഭാരതം എന്നൊരു പേരിടാൻ പറ്റും. രണ്ടാം മൂലം എന്ന നോവലിനെ ആസ്പദമാക്കിയാണ് സിനിമയെങ്കിൽ
മടിക്കണ്ട, സിനിമയുടെ പേര് രണ്ടാമൂഴം എന്നായിക്കോട്ടെ. ഞങ്ങൾ എത്ര ഊഴം വേണമെങ്കിൽ വന്ന് കാണാം, കുഴപ്പമില്ല. ഞങ്ങൾ എത്ര ഊഴം വേണമെങ്കിൽ വന്ന് കാണാം. ആ സിനിമ പടക്കുമലന്റെ എത്ര ഇരട്ടി വേണമെങ്കിൽ തരാം. നേരത്തെ പറഞ്ഞ തന്നെയാണ്, ആ കട്ടില് കണ്ട് വലിക്കണ്ട, ആ പരിപ്പിൽ മണ്ണേ വേവൂല്ല എന്നൊരു ചെറിയ സന്ദേശം ഹൈന്ദവ സമൂഹത്തിന് പറയാനുണ്ട്. ഭാരതത്തിന്റെ മഹത്തായ ഇതിഹാസമാണ്. വേദവ്യാസൻ എന്ന എഴുത്തുകാരനും തനതായ അവകാശങ്ങളുണ്ട്. നിങ്ങൾ ഇന്ന് പറയുന്ന എഴുത്തുകാർക്ക് ഒരുപാട് അവകാശം, ആവിഷ്കാര സ്വാതന്ത്ര്യമുണ്ടല്ലോ. ഈ അവകാശവും ആവിഷ്കാര സ്വാതന്ത്ര്യം സ്വന്തം കഥാപാത്രങ്ങളുടെ രൂപവും ഭാവവും നിശ്ചയിച്ച് നിലനിർത്താനും വേദവ്യാസൻ എന്ന എഴുത്തുകാരന് അധികാരമുണ്ട്. വ്യാസനോട് ചോദിച്ചിട്ടാണോ സിനിമയ്ക്ക് മഹാഭാരതം എന്ന് പേരിട്ടതെന്നാണ് ശശികലയുടെ ചോദ്യം. അങ്ങനെയെങ്കിൽ ശശികലയോടൊരു ചോദ്യം, ഈ കേരളത്തിലെ മുഴുവൻ ഹിന്ദുക്കളോടും അനുവാദം ചോദിച്ചിട്ടാണോ ശശികല ഹിന്ദുക്കളുടെ നേതാവാണെന്ന് പറയുന്നത്? അത്രയേ ഉള്ളൂ. ഇതും അതിനെപ്പറ്റി നോവൽ എഴുതാം, രണ്ടാമൂഴോ മൂന്നാമൂഴോ എഴുതിക്കോളൂ, പക്ഷെ ആ പേരിൽ സിനിമ ഇറക്കണം. അരനാഴികനേരം സിനിമയെ അരനാഴികനേരം തന്നെയല്ലേ പേരിട്ടത്? ഓടയിൽ നിന്ന് സിനിമയായപ്പോൾ ഓടയിൽ നിന്ന് തന്നെയല്ലേ പേരിട്ടത്? ചെമ്മീൻ എന്ന സിനിമയായപ്പോൾ ചെമ്മീൻ എന്നല്ലേ ഇട്ടത്? ബൈബിളിന്റെ വേറൊരു വായനയല്ലേ ഡാവിഞ്ചി കോഡ്? ബൈബിളിൽ പറയുന്ന സത്യങ്ങളുടെ മറ്റൊരു അന്വേഷണമാണ് ഡാവിഞ്ചി കോഡ്. അത് സിനിമയായല്ലോ, അതിനെന്റെ ബൈബിൾ എന്ന് പേര് കൊടുക്കാതെ ഡാവിഞ്ചി കോഡ് തന്നെയല്ലേ കൊടുത്തത്? പാൽപ്പായസമായാലും ഇതുപോലുള്ള പാറ്റകൾ വീണാൽ പിന്നെ കുടിക്കാൻ പറ്റാതാവുമെന്ന് സിനിമാക്കാർ മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീർക്കുകയാണ്. എല്ലാവർക്കും നമസ്കാരം.